കുറച്ച് ദിവസങ്ങളായിട്ട് റോബിൻ രാധാകൃഷ്ണനും അതുപോലെ തന്നെ വേദലക്ഷ്മിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. വേദലക്ഷ്മിയുടെ നിന്ന് പൈസയൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയിലും അതിനെപ്പറ്റി വിളിച്ച് ചോദിച്ചേക്ക സമയത്ത് പ്രശ്നങ്ങളുണ്ടായെന്നും ഈ ഒരു വേദലക്ഷ്മിക്കെതിരെ സൈബർ ബുള്ളിങ്ങിന് വേണ്ടിയിട്ട് ഈ ഡോക്ടർ റോബിൻ ഉണ്ടെങ്കിൽ ആരൊക്കെ ഏർപ്പെടുത്തി എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ വേദലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ട് ഡോക്ടർ റോബിൻ ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ട് വന്നിട്ട് ഇത് കണക്ക് ഇല്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം പ്രസ് മീറ്റ് രണ്ടുപേരും നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേദലക്ഷ്മി ഉണ്ടെങ്കിൽ തൻ്റെ ഭാഗത്തുള്ള സത്യങ്ങൾ ഓരോന്നായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇത്രയും പൈസയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, തിരിച്ചു തരുന്നില്ല, അതിൻ്റെ ചാറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഉണ്ടെങ്കിൽ ഡോക്ടർ റോബിൻ വന്നിട്ട് കുറേ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഞാൻ പൈസ തിരിച്ചയച്ചു കൊടുത്തു എന്ന് പറയുന്നതിൻ്റെ ആദ്യമേ 1,00,000 എന്തോ ആ ഒരു പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്ക്രീൻഷോട്ട് കാണിച്ച സമയത്ത് എല്ലാവരും അപ്പം ഓക്കെ, ഈ ഒരു ഡോക്ടർ റോബിൻ ഉണ്ടെങ്കിൽ ഇത് കൊടുത്തിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതൊക്കെ കാണിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സ്ക്രീൻഷോട്ടൊക്കെ കള്ളമാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതിനകത്ത് എന്തോ എഴുതിയിരിക്കുന്ന ടു ഫ്രം അങ്ങനെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളതും, അതുകൊണ്ട് ഈ ഒരു റോബിൻ ഇത് പറ്റിക്കാൻ വേണ്ടി ഇത് ഫേക്കായിട്ട് ഉണ്ടാക്കിയതാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പം മനസ്സിലാവാൻ സാധിച്ചിട്ടുള്ളത്. ഇതിനെപ്പറ്റി ഇപ്പം ഡോക്ടർ റോബിൻ ഇതുവരെ ഒരു മറുപടിയോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും വേദലക്ഷ്മി ഉണ്ടെങ്കിൽ ഡോക്ടർ റോബിനെതിരെ കുറേയധികം തെളിവുകളായിട്ട് പുറത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്, പല ചാറ്റുകളും പല വോയിസ് റെക്കോർഡ്സും ഒക്കെ. എന്തായാലും ഇതിനൊക്കെ ഇനി മറുപടിയായിട്ട് ചിലപ്പം ഡോക്ടർ റോബിൻ വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും.